ഇനി അന്താരാഷ്ട്ര വാർത്തകൾക്കുള്ള സമയമാണ്. അന്താരാഷ്ട്ര വാർത്തകളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് ചേരുന്നത്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ഗസയിൽ ഇസ്രായേൽ പതിവ് പോലെ അതിക്രമം തുടരുന്നു, അതിന്റെ വാർത്തകളുണ്ട്. ഒപ്പം തന്നെ യുക്രൈൻ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ പുരോഗതി വരുന്നുണ്ടോ, അതിന്റെ വാർത്തകളുണ്ടോ? മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ളത്? ഗുഡ് മോർണിംഗ്. ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് രണ്ടാം ഘട്ടത്തിലേക്കുള്ള ഈ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ പ്രവേശിക്കുമെന്ന് US-ന്റെ ട്രംപ് ഭരണകൂടം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, രണ്ടാം ഘട്ടം വളരെ ക്രൂഷ്യലാണ്. കാരണം അതിൽ പറയുന്നത് ഒന്ന് ഹമാസിന്റെ നിരായുധീകരണമാണ്, മറ്റൊരു ഭരണക്രമം അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സേന ഗസയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു രണ്ടാം ഘട്ടത്തിലേക്കുള്ള പ്രവേശനം അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ US ഭരണകൂടം പറയുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും എന്നുള്ള കാര്യമടക്കം വളരെ ആകാംക്ഷയോടുകൂടി ലോകം ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും അവരുടെ അതിക്രമം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും 24 മണിക്കൂറിനിടെ 7-ലധികം ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. അതിൽ കുട്ടികളുണ്ട്. റഫ അതിർത്തി പൂർണ്ണമായും ഇതുവരെ തുറന്നിട്ടില്ല. 55 ദിവസമായി ഇന്നത്തേക്ക് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം. അപ്പോഴേക്കും ഈ റഫ അതിർത്തി ഒരു ഭാഗത്തേക്ക് മാത്രം തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് നടപ്പിലായിട്ടില്ല. ഇനി ഒരു ബന്ദിയുടെ മൃതദേഹമാണ് വിട്ടു നൽകാനുള്ളത്. അതുകൂടി വിട്ടു നൽകി കഴിഞ്ഞ റഫ അതിർത്തി തുറക്കും എന്ന ഒരു പ്രതീക്ഷയാണ് പങ്കുവെക്കപ്പെടുന്നത്. പക്ഷേ ഇനി ഒരു 2 മാസം പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ US ഭരണകൂടം അവരുടെ രണ്ടാമത്തെ ഘട്ടത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിനെ ഹമാസ് എങ്ങനെ സ്വീകരിക്കും, ഹമാസിന്റെ നിരായുധീകരണം എന്ന് പറയുന്നത് എങ്ങനെ നടക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വളരെ നിർണായകമായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. ഇനി യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുടിന്റെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും പുതിയ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഡോൺബാസ് മേഖല പൂർണ്ണമായും ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ്. യുക്രൈൻ സേനക്ക് പിൻവാങ്ങേണ്ടി വരും അവിടെ നിന്ന് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഡൊണസ്ക്, ലുഹാൻസ്ക് പോലെയുള്ള പ്രവിശ്യകളും അതേപോലെ തന്നെ ക്രൈമിയയും പല ഘട്ടങ്ങളിലായി യുക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി US-ന്റെ നേതൃത്വത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം പുടിൻ നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം യുദ്ധം അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തങ്ങൾ യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഒരിക്കലും തിരിച്ചു നൽകാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് നേരിട്ട് മോസ്കോയിലെത്തി പുടിനുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷെ ആ ചർച്ചയും ഒരു ഫലപ്രദമായ തീരുമാനത്തിലെത്താതെ പിരിയുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം കൂടി വരുന്നതോടുകൂടി വീണ്ടും കലുഷിതമാവുകയാണ് കാര്യങ്ങൾ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പുടിൻ ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, പാകിസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ അദ്ദേഹത്തിന്റെ സർവ്വ സൈന്യാധിപനായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ പ്രത്യേക ഉത്തരവിലൂടെ അസീം മുനീർ പാക് സൈന്യത്തിന്റെ സർവ അധിപൻ എന്നുള്ള ഒരു നിലയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. അതോടുകൂടി പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ, അദ്ദേഹത്തിന് പല കുറ്റവിചാരണകളിൽ അതേപോലെ തന്നെ കൂടുതൽ അധികാരങ്ങൾ എല്ലാം കിട്ടുന്ന തരത്തിലേക്ക് അസീം മുനീർ മാറുകയാണ്. പാക് ചരിത്രത്തിൽ സേനാ മേധാവികൾക്ക് പലതരത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. പല പട്ടാള അട്ടിമറികളും കണ്ടിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ അപ്പോഴും ഇത്രയും അധികാരങ്ങൾ ഒരു സേനാ മേധാവിക്ക് ഉണ്ടായിരുന്നില്ല. ഇനി സേനാ മേധാവിക്ക് ഇത്രയേറെ അധികാരങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും പാകിസ്ഥാനിൽ സംഭവിക്കുക? അവിടെയുള്ള ജനാധിപത്യ പ്രക്രിയയിൽ എത്രത്തോളമാണ് ഈ ഒരു മാറ്റം ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നെല്ലാം നമുക്ക് കണ്ടറിയണം. ഏതായിരുന്നാലും നമ്മുടെ അയൽ രാജ്യത്ത് പാക് സേനാ മേധാവിക്ക് അസീം മുനീറിന് മുമ്പെങ്കും ഇല്ലാത്ത രൂപത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള തന്നെ ഒരു അവകാശങ്ങൾ കിട്ടാൻ പോവുകയാണ്.